പക്ഷിപ്പനി ഭീതിക്കിടെ കുട്ടനാട്ടിലും ആലപ്പുഴ നഗരത്തിലും വീണ്ടും താറാവും കോഴികളും ചത്തൊടുങ്ങുന്നത് പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു. ചെറുകിട കർഷകരുടെ പക്കലുള്ള വളർത്തുപക്ഷികളാണ് ചാകുന്നതെന്നാണ് റിപ്പോർട്ട്. അതേസമയം രോഗബാധിത പ്രദേശങ്ങളിലെ പക്ഷികളെ ചുട്ടരിക്കാൻ സർക്കാർ നടപടികൾ വൈകിയപ്പോൾ പ്രദേശത്തെ നാട്ടുകാരാണ് കർമ്മപരിപാടികൾക്ക് നേതൃത്വം വഹിച്ച് മുന്നിട്ടിറങ്ങിയത്. പുറക്കാട് പ്രദേശത്തെ പക്ഷിപ്പനി ബാധിത പ്രദേശങ്ങളിൽ മൃഗസംരക്ഷണ വകുപ്പ് എത്താൻ മണിക്കൂറുകൾ വൈകിയപ്പോൾ നാട്ടുകാർ സംഘടിച്ച് ചത്ത പക്ഷികളെയും രോഗബാധിത സംശയമുള്ളവയും കൂട്ടിയിട്ട് ചുട്ടരിക്കാനുള്ള നീക്കം ആരംഭിച്ചു. തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പും ദ്രുതകർമ്മസേനയും ചുമതല ഏറ്റെടുത്തു. മാസ്കുകളും സുരക്ഷാ സജ്ജീകരണങ്ങളും ധരിച്ചെത്തിയ സംഘം ബുധനാഴ്ച ഉച്ചയോടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്. പ്രതിരോധ ബോധവൽക്കരണത്തിനായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംഘം രോഗബാധിത പ്രദേശങ്ങളായ കുട്ടനാട്, അമ്പലപ്പുഴ, പുറക്കാട് പ്രദേശങ്ങളിലും ആശുപത്രികളിലും സന്ദർശനം നടത്തി. ബുധനാഴ്ച ഉച്ചയോടെ കേന്ദ്ര സംഘവും പക്ഷിപ്പനി ഭീതി പ്രദേശങ്ങൾ സന്ദർശിച്ച് വിലയിരുത്തി. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സംഘം തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. ആശങ്ക വേണ്ടെന്നും രോഗം മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യത കുറവാണെന്നും അവർ പറഞ്ഞു. പക്ഷിപ്പനി മൂലം താറാവുകളും കോഴികളും നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. 2 മാസം പ്രായമായ താറാവിന് 100 രൂപയും അതിനു മുകളിൽ പ്രായമുള്ളവയ്ക്ക് 200 രൂപയുമാണ് നഷ്ടപരിഹാര തുകയായി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ തടസ്സപ്പെടുത്തിയാൽ കർശന ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെ മേൽനോട്ടത്തിൽ ബോധവൽക്കരണങ്ങളും മരുന്ന് വിതരണവും നടത്തുന്നുണ്ട്.